ശ്രീ ശ്യാംകുമാർ, ഇന്ന് പത്മജയുടെ BJP പ്രവേശനത്തെക്കുറിച്ച് കെ മുരളീധരൻ അവരുടെ സ്വന്തം സഹോദരൻ പറഞ്ഞത്, ഇതിൽ പരം എന്ത് പരിഗണനയാണ് ഒരു പ്രവർത്തകയ്ക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിക്കാനാകുക? പാർലമെന്ററി രംഗത്തായാലും അതുപോലെ സംഘടനാ രംഗത്തായാലും വലിയ രീതിയിലുള്ള പരിഗണന അനുഭവിച്ച ആളാണ്. ഒരു വർക്ക് അറ്റ് ഹോമിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇതിൽ പരം പരിഗണന, എന്ത് പരിഗണനയാണ് നൽകേണ്ടത്? പത്മജ ചെന്നതുകൊണ്ട് കാൽ കാശിന്റെ പ്രയോജനം ആ പാർട്ടിക്ക് ഉണ്ടാവില്ല, അതായത് നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടാകില്ല എന്ന് ആണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. എന്തെങ്കിലും ഗുണം പത്മജ വരുന്നത് കൊണ്ട് BJPക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. കാരണം അത് ശ്രീ മുരളീധരൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നിരാശയിൽ നിന്ന് ഉടലെടുത്ത വാക്കുകളാണ്. ആ വാക്കുകൾക്ക് നമ്മൾ മറ്റൊരർത്ഥവും കൊടുക്കേണ്ടതില്ല. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരളത്തിലും ധാരാളം ആളുകൾ മുങ്ങുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. അത് കേരളത്തില് അല്പം വൈകിയാണെങ്കിലും ഈ സാക്ഷാൽ കരുണാകരന്റെ മകളും AK ആന്റണിയുടെ മകന് പിന്നാലെ വരുന്നു എന്നുള്ളത് ഒരു ശുഭോദരമായ കാര്യമാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് യാതൊരു പ്രതീക്ഷയും ഈ രാജ്യത്ത് നൽകാനില്ല. അല്ലെങ്കിൽ രാജ്യത്തിന്റെ പരിവർത്തനത്തിനും രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലേക്കും രാജ്യ പുരോഗതിക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയാണെന്ന് കോൺഗ്രസ്സുകാർ ആരും വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുരളീധരന് വരാൻ ഒരുപക്ഷെ കാലതാമസം എടുക്കുന്നെന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ധാരാളം കോൺഗ്രസ് പ്രവർത്തകരെ ഇന്ന് നിരാശയിലാണ്. അവർക്ക് മുന്നോട്ടുള്ള അവരുടെ യാത്ര തടസ്സപ്പെട്ടിരിക്കുന്നു. അതായത് ശ്യാംകുമാർ, താങ്കൾ പറയുന്നത് നാളെ മുരളീധരനും, നാളെ ഇപ്പോൾ പത്മജയെ വിമർശിക്കുന്ന കെ മുരളീധരനും നാളെ BJPയിലേക്ക് എത്തുമെന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ. കാരണം നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ കണ്ടു, ഹിമാചൽ പ്രദേശിൽ കണ്ടു. ഓരോ സംസ്ഥാനത്തും വളരെ വളരെ മുതിർന്ന അവരുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാര്, അതുപോലെയുള്ള ആളുകൾ BJPയിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് കോൺഗ്രസിലുള്ള വിശ്വാസം, ജനവിശ്വാസം നഷ്ടപ്പെട്ടു. ജനങ്ങൾക്ക് നേരത്തെ വിശ്വാസം നഷ്ടപ്പെട്ടു. ഇപ്പൊ പാർട്ടി നേതാക്കന്മാർക്കും കേരളത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. നമ്മൾ കണ്ടതല്ലേ, പരസ്പരം KPCC പ്രസിഡന്റും VD സതീശനും പ്രതിപക്ഷ നേതാവും ഒരുമിച്ചിരുന്ന് നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിൽ പോലും എന്തൊരു ഐക്യമാണ് നമ്മൾ കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ നിരാശരാണ്. അവർക്ക് മറ്റൊരു മാർഗവുമില്ല. ഈ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനത്തിൽ നിന്നും പ്രവർത്തനക്ഷമമായ അല്ലെങ്കിൽ രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു ചിന്തയാണ്. ആ ചിന്തയിലേക്ക് കടന്നു വരുന്നവരെ ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും അവർക്കും അവരുടേതായ പങ്ക് വഹിക്കാനുണ്ട്. ഓരോ തലങ്ങളിലും അവർക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും. പ്രത്യേകിച്ച് തൃശ്ശൂരിലെ പത്മജയുടെ തട്ടകമായിരുന്നു. അവര് വരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ അങ്കലാപ്പ് ഉണ്ടായിട്ടുണ്ട്. ആ അങ്കലാപ്പിന്റെ പ്രതിഫലനമാണ് മുരളീധരന്റെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തെ പക്ഷേ ശ്യാംകുമാർ, തൃശ്ശൂരിലെ കാര്യമൊക്കെ പറയുമ്പോൾ തൃശ്ശൂരിൽ പത്മജ 3 തെരഞ്ഞെടുപ്പുകളിൽ തൃശ്ശൂർ ജില്ലയിൽ നടന്ന 1 ലോക്സഭ, മൂന്നപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2 നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പത്മജ ബിഗ് സീറോയാണെന്ന് തെളിയിച്ചു. കരുണാകരന്റെ അനുകൂലികൾ പോലും വോട്ട് ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേട്ടം എത്രത്തോളം നിങ്ങൾക്കുണ്ടാകും? കെ കരുണാകരന്റെ മകളെ BJPയിലേക്ക് എത്തിച്ചു എന്ന വലിയൊരു ഫെയിമിനപ്പുറത്തോട്ട് ഏതെങ്കിലും വിധത്തിലുള്ളൊരു സ്വാധീനം, അവരുടെ കൂടെ ആളുണ്ട് എന്നൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അല്ല, അതൊരു ചലനമാണ്. കാരണം കോൺഗ്രസ് നേതാക്കൾക്ക് പ്രസ്ഥാനത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെട്ടതിന്റെ ഒരു പ്രതിഫലനമാണിത്. അത് വലിയൊരു വോട്ടായിട്ട് മാറും. അതിപ്പോ കേവലം പത്മജയോ അല്ലെങ്കിൽ അനിൽ ആന്റണിയോ വരുന്നതല്ല പ്രശ്നം. ഈ രാജ്യത്ത് സാധാരണ ജനങ്ങൾക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമല്ലാതായി കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു മാറ്റവും ഒരു സൂചനയുമാണ് പത്മജയുടെയും അനിൽ ആന്റണിയുടെയും ഒക്കെ വരവ്. ഓക്കെ.